ഹായ് ഓൾ, എല്ലാവർക്കും കമലോബിൽ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ PYQ ക്ലാസ്സുകളാണ് ഇപ്പോൾ ഡെയിലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമലോബിൽ PSC എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഓക്കെ, അപ്പം പഠിക്കാം നമുക്ക്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ കമലോബിൽ PSC എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, കമലോബിൽ, എന്നിട്ട് ജോയിൻ ചെയ്യുക. കാര്യം എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് NCERT ക്ലാസ്സുകളുടെ ലൈവ് സെഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓക്കെ, NCERT ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പം ടെലഗ്രാമിൽ ഡെയിലി തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി, അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി? അപ്പോൾ എന്താണ് ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ ആ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, നോക്കാം. ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം. ഓക്കെ, ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി, അതൊരു പുതിയ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി ആയിരുന്നല്ലോ. അപ്പോൾ ഇനി ഓപ്ഷൻസ് നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് അബാൻഡൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ മുന്നേ ഈ ലാൻഡ് റിഫോംസ് പോലെയുള്ള കാര്യങ്ങൾക്കാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുടെ സമയമായപ്പോഴത്തേക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന്റെ കാര്യമൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അബാൻഡൻ ചെയ്തു. അബാൻഡൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആസ് എ മീൻസ് ടു ഫോസ്റ്റർ ഗ്രോത്ത് ആൻഡ് ആസ് എൻ ഇൻസ്ട്രുമെന്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന് പ്രാധാന്യം അത്ര കൊടുത്തിരുന്നില്ല. ഇനി ഫേവേർഡ് എ സിംഗുലർ എംഫസിസ് ഓൺ എ ടെക്നോളജി ലെഡ് പ്രോഗ്രസ്. ടെക്നോളജി ലെഡ് പ്രോഗ്രസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ ഫേവർ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഓഫ് ഗ്രോത്ത് സപ്പോർട്ടഡ് ബൈ പ്രൈസ് ഇൻസെന്റീവ്സ്. ഓക്കെ, ഈ ടെക്നോളജി ലെഡ് പ്രോസസ് എന്ന് പറയുന്നതും ശരിയാണ് അല്ലേ? പുത്തൻ സാങ്കേതിക വിദ്യ കാർഷിക രംഗത്ത് ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടി ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. ഇനി ദി ഗ്രോത്ത് ഫസ്റ്റ് ഓപ്ഷൻ നെസസിറ്റേറ്റഡ് സബ് സ്ട്രാറ്റജി ഫോർ എയിമിംഗ് അറ്റ് റെഡ്യൂസിംഗ് ദ പോവേർട്ടി ഇൻ ദ ഇക്കോണമി. ഓക്കെ, അപ്പം ഗ്രോത്ത് ഫസ്റ്റ് ഓപ്ഷൻ നെസസിറ്റേറ്റ് ചെയ്തു എന്തിനെ? സബ് സ്ട്രാറ്റജി ആയിരുന്നു, റെഡ്യൂസിംഗ് ദ പോവേർട്ടി ഇൻ ദ ഇക്കോണമി. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. എല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. അബാൻഡൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, അതുപോലെ ഇതൊരു ടെക്നോളജി ലെഡ് പ്രോസസ് ആയിരുന്നു. പിന്നെ റെഡ്യൂസിംഗ് ദ പോവേർട്ടി ഇൻ ദ ഇക്കോണമി, ഇതൊക്കെ ഒരു സബ് സ്ട്രാറ്റജി ആയിരുന്നു അല്ലെങ്കിൽ ഉപലക്ഷ്യങ്ങളായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പം ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. The new agricultural strategy implemented in India during the Green Revolution. ഓക്കെ, അതിൻ്റെ ഒരു വർഷം 1960s and 1970s. അവിടെ ഒരു കാര്യം ഓർത്തു വെച്ചേക്കാം. നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഏത് കാലയളവിലായിരുന്നു, സെക്കൻഡ് സ്റ്റേജ് ഏത് കാലയളവിലായിരുന്നു എന്ന് നിങ്ങളോട് PSC ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് 1965 മുതൽ 75 വരെ എന്ന് പഠിച്ചു വെക്കുക. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലോ 1975 മുതൽ 85 വരെയാണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഗ്രീൻ റെവല്യൂഷന്റെ ഫസ്റ്റ് സ്റ്റേജ് 1965-75, സെക്കൻഡ് സ്റ്റേജ് 1975-85. മറന്നുപോകില്ലല്ലോ. ഇനി ഫോക്കസ്ഡ് ഓൺ ഇൻക്രീസിങ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. എന്തിലാണ് ഫോക്കസ് ചെയ്തത്? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക അല്ലേ? ത്രൂ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. എങ്ങനെയാണ്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലൂടെ, സാങ്കേതിക പുരോഗതിയിലൂടെ കാർഷികോൽപാദനം കൂട്ടുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഗ്രീൻ റെവല്യൂഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജിയുടെ ലക്ഷ്യം. പെർട്ടിക്കുലർലി ദ യൂസ് ഓഫ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്. നമുക്കറിയാം HYV സീഡ്സ് അല്ലേ? HYV സീഡ്സ് ഇവിടെ ഉപയോഗിച്ചിരുന്നു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിരുന്നു. ആൻഡ് ഇറിഗേഷൻ ടെക്നിക്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സും ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഈ ഒരു കാർഷിക ഉൽപാദനം കൂട്ടിയത്. ഓക്കെ, ഇനി ദ ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി ഡൗൺ പ്ലേഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ലാൻഡ് റിഫോംസ് പോലെ. NAS ഡൗൺ പ്ലേഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ലൈക്ക് ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസിനൊന്നും ഇവിടെ എന്ത് ചെയ്തില്ല, അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. വിച്ച് വെയർ പ്രീവിയസ്ലി സീൻ ആസ് ക്രിട്ടിക്കൽ ഫോർ ഫോസ്റ്ററിംഗ് ഇക്വിറ്റബിൾ ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പം ഇങ്ങനെയുള്ള ലാൻഡ് റിഫോംസിനൊന്നും ഈ ഒരു ഹരിത വിപ്ലവത്തിന്റെ സമയത്ത്
ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ദ ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി എംഫസിസ്ഡ് എ ടെക്നോളജി ലെഡ് അപ്രോച്ച്, അല്ലെ, ഒരു ടെക്നോളജി ലെഡ് അപ്രോച്ചിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത് ടു അഗ്രികൾച്ചറൽ ഗ്രോത്ത്, ഫോക്കസിങ് ഓൺ ഹൈ യീൽഡിംഗ് വെറൈറ്റീസ്. HYV സീഡ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് പ്രൈസ് ഇൻസെന്റീവ്സ് ടു എൻകറേജ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അതുപോലെ തന്നെ കർഷകർക്ക് പ്രൈസ് ഇൻസെന്റീവ്സ് നൽകിയിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി ഇത് സ്ട്രാറ്റജി ഫോക്കസ്ഡ് ഓൺ ഗ്രോത്ത് ഫസ്റ്റ്, എയിമിംഗ് ഫോർ overall economic growth through agricultural productivity. However, it also necessitated sub-strategies to address issues like poverty reduction, as high growth rates were expected to eventually trickle down to improve the living standards of the poor. എന്തുവാണ് ഇവിടെ പറയുന്നത്? നമ്മൾ ഗ്രോത്ത്, വളർച്ചയാണ് ലക്ഷ്യം വെച്ചതല്ലേ. പക്ഷേ അഗ്രികൾച്ചർ സെക്ടർ വളരുവാണ്, ഇവിടുത്തെ പ്രൊഡക്ഷൻ കൂടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഇവിടെ ട്രിക്കിൾ ഡൗൺ ചെയ്യും. ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കിനിഞ്ഞിറങ്ങുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ കൂടുതൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ എല്ലാ സെക്ഷൻസിനും അതിൻ്റെ ഗുണം, അല്ലേ, അതിൻ്റെ നേട്ടം എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റും. കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടിയെന്ന് ആലോചിച്ചോ. അങ്ങനെ കൂടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയും. സപ്ലൈ കൂടുന്ന സമയത്ത് പ്രൈസ് ഉറപ്പായിട്ടും കുറയും. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. പോവർട്ടി റിഡക്ഷൻ അത് ഹെൽപ്പ് ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ. ഇനി ടെക്നോളജി ലെഡ് അപ്രോച്ച് ആണ്. ഓക്കെ, അത് പറഞ്ഞതാണ്. ഇനി അടുത്തത് പോവർട്ടി റിഡക്ഷൻ പോലെയുള്ള സബ് സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് അറിയാം. ഓപ്പറേഷൻ ഫ്ലഡ് ഇൻക്രീസ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇൻക്രീസ് മറൈൻ ഫിഷ് കൾട്ടിവേഷൻ, ഇൻക്രീസ് ഇൻലാൻഡ് ഫിഷ് കൾട്ടിവേഷൻ, ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. ധവള വിപ്ലവം. ഓക്കെ, ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ധവളം എന്ന് പറഞ്ഞാൽ എന്തുവാ? ധവളം എന്ന് പറഞ്ഞാൽ വെളുത്തത്, അങ്ങനെയാണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങളുടെയും ഉൽപാദനത്തിലുണ്ടായ ഗണ്യമായ പുരോഗതിയാണ് നമ്മൾ ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പറയുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു മലയാളി ഉണ്ടല്ലോ. ഓക്കെ, വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഓർത്തു വെച്ചേക്കോ കേട്ടോ. വർഗീസ് കുര്യൻ. ഓക്കെ, വർഗീസ് കുര്യൻ, അത് ഓർത്തു വെക്കുക. പിന്നെ അടുത്തത്, ഓക്കെ, അപ്പം ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ. ഈ ഓപ്പറേഷൻ ഫ്ലഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? 4th 5 year പ്ലാന്റെ സമയത്താണ് കേട്ടോ. 4th 5 year പ്ലാൻ. അവിടെ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം, പാല് 4, അല്ലേ, പാല് 4. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഈ ഒരു ധവള വിപ്ലവം അല്ലെങ്കിൽ ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ഇൻക്രീസിങ് മിൽക്ക് പ്രൊഡക്ഷൻ. ഓക്കെ, അത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു മലയാളി അവിടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ശരി. ഓപ്പറേഷൻ ഫ്ലഡ് വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ അതെന്താണ്? ഒരു ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഡയറി. അപ്പോൾ ഈ ഡയറി എന്ന് പറയുന്ന സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോ. ഡയറി, പാലുൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡയറിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആദ്യം പറയൂ, അല്ലേ, ഡയറി. ഓക്കെ, ഡയറി നമ്മുടെ ഡയറി മിൽക്കിലെ ഡയറി ഏത് ഡയറിയാണ്? ഈ DAIRY ഡയറി മിൽക്കിൻ്റെ, അല്ലേ. ഓക്കെ, അതുപോലെ ഇനി ഡയറി എഴുതൂലേ നമ്മൾ ഡെയിലി രാത്രി ഡയറിയൊക്കെ എഴുതൂലേ, അതിൻ്റെ ഡയറി എങ്ങനെയാണ്? DIARY. അവിടെ I ആദ്യം വരും. ഞാൻ ഡയറി എഴുതുന്നു, അപ്പോൾ I ആണ് അവിടെ ആദ്യം വരുന്നത്. ഞാൻ ഡയറി എഴുതും, അപ്പോൾ I അവിടെ ആദ്യം വരും കേട്ടോ, ഡയറി. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഞാൻ ഇവിടെ വെറുതെ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇനിഷ്യേറ്റഡ് ബൈ ആരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇൻ 1970. 1970 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡിന് ഇനിഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെക്കുക. ഇറ്റ് എയിം ടു ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ. പാലുൽപാദനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം വെച്ചത്, അല്ലേ, ഇൻ ഇന്ത്യ ബൈ ഇംപ്രൂവിംഗ് ഡയറി ഫാമിംഗ് പ്രാക്ടീസസ്. എങ്ങനെയാണ്? ബൈ ഇംപ്രൂവിംഗ് ഡയറി ഫാമിംഗ് പ്രാക്ടീസസ്, എക്സ്പാൻഡിങ് റൂറൽ മിൽക്ക് കോപ്പറേറ്റീവ്സ്. അത് തന്നെ, റൂറൽ മിൽക്ക് കോപ്പറേറ്റീവ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. അതെന്ന് പറഞ്ഞാൽ
ഇതിനു മുന്നേ അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോഡി ഒരു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമൊക്കെ നടപ്പിലാക്കുന്നതിന് മുന്നേ ഇവർ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കർഷകർക്ക് ഈ പാല് വിൽക്കണമെന്നുണ്ടെങ്കിൽ ദൂര സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പം ഓരോരുത്തരായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ചിലവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർമീഡിയറീസ് ഇടനിലക്കാർ ഇവിടെ വന്ന് അവരുടെ നാട്ടിൽ ഗ്രാമങ്ങളിൽ വന്ന് പാല് ശേഖരിച്ചുകൊണ്ട് പോയിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇടനിലക്കാർ ഒരുപാട് പൈസ അവരെടുക്കും. മനസ്സിലായോ? ഇടനിലക്കാർക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പം കർഷകർക്ക് ലാഭമൊന്നും കിട്ടിയില്ല. അപ്പം ഈ കോപ്പറേറ്റീവ്സ് വരുമ്പോൾ ഉള്ള കാര്യം എന്താണ്? സഹകരണ സംഘങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരാൾ പാല് കൊണ്ടുപോയി വിൽക്കും, ലാഭം എല്ലാവർക്കും കൂടെ എടുക്കാം, ഇടനിലക്കാർക്ക് കൊടുക്കുന്ന പൈസ ലാഭിക്കാം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പം ഈ റൂറൽ മിൽക്ക് കോപ്പറേറ്റീവ്സ് എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ ക്രിയേറ്റിംഗ് എ നാഷണൽ മിൽക്ക് ഗ്രിഡ്, ഇതൊക്കെയാണ് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോഗ്രാം ഹെൽപ്ഡ് ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ്. അത് തന്നെ. ഓക്കെ, അപ്പോൾ ശരി, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ഈ ഒരു സിംഗിൾ പ്രോഗ്രാം നമ്മളെ ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ പാലുൽപാദിപ്പിക്കുന്ന രാജ്യമാക്കി മാറ്റാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രോഗ്രാം ഹെൽപ്ഡ് ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ്. ദസ് ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ഇൻക്രീസിംഗ് മിൽക്ക് പ്രൊഡക്ഷൻ. ഓക്കെ, പാലുൽപാദനം വർദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ്. നമുക്ക് മനസ്സിലായി. ആരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇൻ 1970. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം ലിമിറ്റ് ഓഫ് GST റേറ്റ് സെറ്റ് ബൈ ദ GST കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം GSTയുടെ മാക്സിമം ലിമിറ്റ് ആണ് ചോദിക്കുന്നത് അല്ലേ? മാക്സിമം ലിമിറ്റ് ഓഫ് GST റേറ്റ് സെറ്റ് ബൈ ദ GST കൗൺസിൽ ഓഫ് ഇന്ത്യ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ ചോദിച്ചിരുന്നു. നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ശരി, 279A ആണ് അല്ലേ GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ. എത്രയാണ്? 279A. ഓക്കെ, വെരി ഗുഡ്, നല്ല കുട്ടികളാണ്. അപ്പോൾ നോക്കാം, മാക്സിമം ലിമിറ്റ് ഓഫ് GST റേറ്റ് എത്രയാണ്? സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് PSC ചോദിക്കുന്ന സമയത്ത് 28 മാക്സിമം. പക്ഷെ ഇപ്പം 28 അല്ല, ഇപ്പം 40 കേട്ടോ. കാര്യം GST റിഫോംസ് ഒക്കെ വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉത്തരം എത്രയാണ്? 40. മാക്സിമം ലിമിറ്റ് ഓഫ് GST റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കറണ്ട് അഫേഴ്സും കൂടെയാണ്. 40%. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഒരു ന്യൂ GST റേറ്റ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. GST കൗൺസിൽ ഓഫ് ഇന്ത്യ ഹാസ് സെറ്റ് എ മാക്സിമം GST റേറ്റ് ഓഫ് 40%. ഓക്കെ, അപ്പോൾ മാക്സിമം GST റേറ്റ് എത്രയാണ്? 40% ഫോർ സർട്ടൻ കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് 40% ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസിനാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ പ്രീവിയസ് മൾട്ടി ടയേർഡ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് 12% ആൻഡ് 28% സ്ലാബ്സ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് by a new framework with 4 main rates. ഇപ്പോൾ ഉള്ളത് 4 main rates ആണ്. നേരത്തെ ഉണ്ടായിരുന്ന മൾട്ടി ടയേർഡ് സിസ്റ്റം റീപ്ലേസ് ചെയ്തു അല്ലേ? ഈ 12%, 28% ഉൾപ്പെടെയുള്ള മൾട്ടി ടയേർഡ് സിസ്റ്റം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഏതൊക്കെ സ്ലാബാണ് ഉള്ളത്? 0%, 5%, 18% ആൻഡ് 40%. ഓക്കെ, അപ്പം 0% എന്ന് പറഞ്ഞാൽ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് 0% GST ഇല്ല. അത് ഏതിനൊക്കെയാണ്? അപ്ലൈസ് ടു സർട്ടൻ എസെൻഷ്യൽ ഐറ്റംസിന് 0% ആണ്. ലൈക്ക് സ്പെസിഫിക് മെഡിസിൻസ്, ചില ജീവൻ രക്ഷാ മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം മെഡിസിൻസ്, അതുപോലെ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ആൻഡ് ഇൻഡിവിജ്വൽ ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, ഇതിനൊക്കെ 0% ആണ്, അല്ലെങ്കിൽ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി 5% GST, അതിനെ മെരിറ്റ് റേറ്റ് എന്നാണ് പറയുന്നത്. കവേഴ്സ് മോസ്റ്റ് എസെൻഷ്യൽ ആൻഡ് ഡെയിലി യൂസ് ഗുഡ്സിന് 5% GST, ഇൻക്ലൂഡിങ് പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസിന് GST ഉണ്ടോ? ഉണ്ട്. എത്ര? 5%. പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, അതുപോലെ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ് ആൻഡ് മെനി ഹൗസ് ഹോൾഡ് അപ്ലയൻസിനൊക്കെ വരുന്നത് 5% GST റേറ്റ് ആണ്. അതിനെ മെരിറ്റ് റേറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്തത് 18%, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈസ് ടു ദ മെജോറിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിങ് കൺസ്യൂമർ ഡ്യൂറബിൾസിന് 18% ആണ്. അവിടെ സ്മോൾ കാർസ് വരുന്നുണ്ട്, അതുപോലെ 350cc താഴെയുള്ള മോട്ടോർ സൈക്കിൾസ് ഒക്കെ വരുന്നത്
18% GST റേറ്റിലാണ്. ഓക്കെ, ഇനി 40% GST റേറ്റ് എന്ന് പറഞ്ഞാൽ എ ന്യൂ ഹയർ റേറ്റ് ഫോർ ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ് അല്ലേ. ഇത് മുന്നേ 40% ഇല്ലായിരുന്നു, ഇപ്പം 40% ഉണ്ട്. ന്യൂ ഹയർ റേറ്റ് ഫോർ ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ്. ലക്ഷറി ഗുഡ്സിനും സിൻ ഗുഡ്സിനുമാണ് 40% GST ഈടാക്കുന്നത്. സച്ച് ആസ് പ്രീമിയം കാർസ്, അതുപോലെ ലാർജ് മോട്ടോർ സൈക്കിൾസ് ആൻഡ് എയറേറ്റഡ് ബിവറേജസിനൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് GST പറഞ്ഞേ? 40%. ഓക്കെ, 40%. ഓക്കെ അല്ലേ. ശരി, ഇനി ഈ പുതിയ GST റിഫോംസ് വന്നപ്പോൾ അല്ലെങ്കിൽ പുതിയ GST റേറ്റ് സ്ട്രക്ചർ വന്നതോടുകൂടി ചീപ്പറായിട്ട് മാറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. നോട്ടബിൾ ഐറ്റംസ് ദാറ്റ് ആർ നൗ ചീപ്പർ. ദ റേറ്റ് റാഷണലൈസേഷൻ ഹാസ് ലോവർഡ് പ്രൈസസ് ഓൺ ന്യൂമറസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഹൗസ് ഹോൾഡ് എസെൻഷ്യൽസ്. ഓക്കെ, ഹൗസ് ഹോൾഡ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ മെനി പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് ഷാംപൂസ്, ടൂത്ത് പേസ്റ്റ്, ബട്ടർ, ചീസ്, ഓക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ് 5% എന്താണ് മൂഡ് ഫ്രം ഹയർ സ്ലാബ്സ് ടു 5% കാറ്റഗറി. ഇപ്പം മുന്നേ ഇതൊക്കെ കൂടിയ GST നിരക്കിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പം ഇതിനെല്ലാം 5% മാറ്റി. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് നോക്കിക്കോളൂ. കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐറ്റംസ് ലൈക്ക് എയർ കണ്ടീഷണേഴ്സ്, ഓക്കെ, AC, അതുപോലെ TV ആൻഡ് റെഫ്രിജറേറ്റേഴ്സ് ആർ നൗ ടാക്സ്ഡ് അറ്റ് 18%. നേരത്തെ അത് 28% ഇപ്പം അതിനെ 18% കുറച്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ AC ഒക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ആയി. അപ്പം അതുകൊണ്ട് ഈ എയർ കണ്ടീഷണർ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ അതിൻ്റെയൊക്കെ GST എത്രയാക്കി? 18% അതിനെ ഒരു ലക്ഷറി എന്നുള്ള ഒരു ഇതിന്ന് മാറ്റി. ഓക്കെ, ഇനി അടുത്തത് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ കാർസ് വിത്ത് എൻജിൻ കപ്പാസിറ്റീസ് അണ്ടർ 1200 cc ഫോർ പെട്രോൾ ആൻഡ് 1500 cc ഫോർ ഡീസൽ along with 2 wheelers up to 350 cc shifted from 28% to 18%. അപ്പോൾ ഓട്ടോമൊബൈൽസ് കുറേ കാറിൻ്റെയും എത്ര CCക്ക് താഴെയുള്ളതെന്നൊക്കെ പറഞ്ഞു അല്ലേ. 1200 CCക്ക് താഴെയുള്ള കാറുകൾ, അത് പെട്രോൾ ആണെങ്കിൽ 1200 CCക്ക് താഴെ, ഡീസൽ ആണെങ്കിൽ 1500 CCക്ക് താഴെ, അതുപോലെ 2 വീലേഴ്സ് 350 CCക്ക് താഴെ ഉള്ളതെല്ലാം 18% കുറച്ചു. പിന്നെ ഇൻഷുറൻസ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയംസ് ആർ നൗ എക്സെംപ്റ്റ് ഫ്രം GST അല്ലെ, GSTയിൽ നിന്ന് ഒഴിവാക്കി. ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയംസ് ഇപ്പം GSTയുടെ പരിധിയിൽ വരുന്നില്ല. മേക്കിംഗ് പോളിസീസ് മോർ അഫോർഡബിൾ. അപ്പോൾ ഇപ്പം പോളിസി എടുക്കുന്നത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് മാറി. ഓക്കെ, പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് GST ഓൺ സിമെന്റിന്റെ GST എത്രയായി? റെഡ്യൂസ്ഡ് ഫ്രം 28 to 80%. അപ്പോൾ സിമെന്റിൻ്റെയൊക്കെ GST ഇപ്പം 18% ഉള്ളൂ എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. ശരി, അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാം. ഓക്കെ, ഇനി വാട്ട് ഈസ് നൗ കോസ്റ്റ്ലിയർ? ഇപ്പം 40% വരുന്നത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ലക്ഷറി ഗുഡ്സും സിൻ ഗുഡ്സും ആണ് 40% വരുന്നത്. ദ ഹയർ 40% GST റേറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് ടു സെവറൽ ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ്. ഓക്കെ, ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സിന് 40% ആണ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ പ്രോഡക്ട്സ്. സിൻ ഗുഡ്സിൽ വരുന്നത് ടൊബാക്കോ പ്രോഡക്ട്സ് ഐറ്റംസ് ലൈക്ക് പാൻ മസാല, ഗുഡ്ക, സിഗരറ്റ്സ്. തിയേറ്ററിലൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ പാൻ മസാല, ഗുഡ്ക, സിഗരറ്റ്സിനൊക്കെ 40% ആണ് GST. ഹൗ ബീൻ മൂവ് ടു ദ ന്യൂ 40% സ്ലാബ്. ഹൗ ദീസ് ചേഞ്ചസ് വിൽ അപ്ലൈ ലേറ്റർ വൺ സ്പെസിഫിക് കോമ്പൻസേഷൻ ഒബ്ലിഗേഷൻസ് ആർ ക്ലിയർഡ്. ഓക്കെ, അപ്പം ഈ കോമ്പൻസേഷൻ ഒബ്ലിഗേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും ഈ 40% എന്നുള്ളത് അവിടെ അപ്ലൈ ആവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എയറേറ്റഡ് ആൻഡ് കഫിനേറ്റഡ് ബിവറേജസിന് ഹയർ ടാക്സ് ആയി. ഇപ്പം 40% ടാക്സ് ആയി. അതുപോലെ ലക്ഷറി വെഹിക്കിൾസിന് 40% ആണ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കാം. ഇപ്പം എന്തൊക്കെയാണ് കോസ്റ്റ്ലിയർ ആയിട്ട് മാറിയത്? ടൊബാക്കോ പ്രോഡക്ട്സ്, എയറേറ്റഡ് ആൻഡ് കഫിനേറ്റഡ് ബിവറേജസ്, പിന്നെ ലക്ഷറി വെഹിക്കിൾസ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുമല്ലോ. ശരി, ഇനി അടുത്ത് നോക്കാം. ഡാഷ് വാസ് founded in July 1948 under the Industrial Finance Corporation Act of 1948 with the primary goal of providing long and medium term financing to big industrial firms. Okay, അപ്പോൾ ശരി, വലിയ ലോങ് ആൻഡ് മീഡിയം ടേം ഫിനാൻസിങ്, വലിയ ഇൻഡസ്ട്രിയൽ ഫേംസിന് ലോങ് ആൻഡ് മീഡിയം ടേം ഫിനാൻസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1948 സ്ഥാപിച്ച ഒരു സ്ഥാപനം, അത് ഏതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. 1948 സ്ഥാപിച്ചത് IFCI ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്
ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ആക്ട് പ്രകാരം സ്ഥാപിച്ചത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, IFCI. അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ദ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് ഫൗണ്ടഡ് ഇൻ ജൂലൈ 1948 അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ആക്ട് ഓഫ് 1948. കണ്ടോ, അത് വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വേറെയാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് പ്രൈമറി ഗോൾ എന്താണ്? പ്രൈമറി ഗോൾ വാസ് ടു പ്രൊവൈഡ് ലോങ് ആൻഡ് മീഡിയം ടേം ഫിനാൻസിങ് ടു ലാർജ് ഇൻഡസ്ട്രിയൽ ഫേംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജ് ഇൻഡസ്ട്രിയൽ ഫേംസിന് ലോങ് ആൻഡ് മീഡിയം ടേം ഫിനാൻസിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് ഏത്? IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IFCI വാസ് ദ ഫസ്റ്റ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഓർത്തു വെച്ചോ, ഫസ്റ്റ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് IFCI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ അല്ലേ? aimed at promoting industrial growth by offering loans for long term investment. ഓക്കെ, അപ്പോൾ ശരി, ഈ വലിയ സ്ഥാപനങ്ങൾ, വലിയ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുന്നു? ലോങ് ടേം ഫിനാൻസ് കൊടുക്കുന്നു. ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസ് വേഗം തീരുന്നുണ്ടല്ലേ? കാര്യം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല എല്ലാത്തിലും. ഓക്കെ, അപ്പോൾ ശരി, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം ഏരിയ ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഈസ് യൂസ്ഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ്. ഏറ്റവും കൂടുതൽ ഏരിയ ഇവിടെ കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഉപയോഗിക്കുന്നത് ഏത് ക്രോപ്പ് ആണെന്ന് ചോദിക്കുന്നു. അത് റൈസ് ആണ് അല്ലേ? റൈസ് ആണ്. ദ മാക്സിമം ഏരിയ ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഈസ് യൂസ്ഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് റൈസ്. ഓക്കെ, ശരി, അത് നോക്കാം നമുക്ക്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് റൈസ് ഇൻ ദ വേൾഡ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ക്രോപ്പ് ദാറ്റ് ഓക്യുപ്പൈസ് ദ മാക്സിമം ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ഇൻ ദ കൺട്രി. റൈസ് കൾട്ടിവേഷൻ ഈസ് പ്രിഡോമിനൻ്റ്ലി ഫൗണ്ട് ഇൻ സ്റ്റേറ്റ് സച്ച് ആസ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ റൈസ് കൾട്ടിവേഷൻ നടക്കുന്നത്? വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ആൻഡ് ബീഹാർ. അപ്പോൾ ഇവിടങ്ങളിലൊക്കെയാണ് റൈസ് കൾട്ടിവേഷൻ ഏറ്റവും കൂടുതലുള്ളത്. അതിൽ വെസ്റ്റ് ബംഗാൾ ഓർത്തു വെച്ചേക്കാം. ഫസ്റ്റ് വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. The widespread availability of irrigation systems, especially in the eastern and southern region, supports the extensive cultivation of rice. അപ്പോൾ ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റൈസ് കൾട്ടിവേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സ്പീഡിലും കൂടെ പോവുകയും ചെയ്തു അല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്കത് ഞാൻ അത് ഒരുപാട് നേരം എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ അത്രയൊന്നും സത്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, കുറച്ച് പാടാണല്ലോ എന്ന് വിചാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ സമയമൊക്കെ കുറേ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നിങ്ങൾ പറയുക കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എന്ത് അഭിപ്രായം ആണെങ്കിലും അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് എന്നെ ബെറ്റർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, ക്ലാസ് കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. കമലോബിൽ PSC ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമുക്ക് ഒരു കറണ്ട് അഫേഴ്സ് ചാനലുണ്ട്, പത്രവാർത്തകൾ. ഓക്കെ, അപ്പം പത്രവാർത്തകൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.